നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് മനസ്സിലായല്ലോ. അങ്ങോട്ട് നോക്കിയേ. ബാലുശ്ശേരി ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കേട്ടോ എനർജി? അതാണ് നമ്മുടെ പിള്ളേര്. എവിടെ ചെന്നാലും കുട്ടികളുടെ ഒരു എനർജി കാണാനുണ്ട്. പക്ഷേ ഇത്രയും ഒരു എനർജി കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സുന്ദരന്മാരും സുന്ദരിമാരും പഠിക്കുന്ന കോളേജ് തന്നെയാണിത്. അത് വെറുതെ പറഞ്ഞല്ല, നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അതിലേക്ക് ഉപരിയായിട്ട് നല്ലൊരു മാനേജ്മെൻറ്റ്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രിൻസിപ്പാള്. ഏതായാലും ഒന്ന് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പളിനെ നല്ലൊരു കയ്യടിയോടുകൂടി. വെൽക്കം സാർ. ഡോക്ടർ മുസാഫിർ അഹമ്മദ് അല്ലേ? ഓക്കെ. എന്തുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ കോളേജ്? സുഖം, സന്തോഷം. സന്തോഷം, ഹാപ്പിയാണ്. നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളാണ്, ശേഷിയുള്ള കുട്ടികളാണ്. അത് ഞങ്ങൾക്ക് ഈ ഗേറ്റ് കടന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി. അതാണ് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഗ്രൂമിങ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്, അല്ലാതെ വെറുതെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ഐഡിയാസ്. ചിലർക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം, ചിലർക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കണം ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ധാരാളം കുട്ടികളുണ്ട്, കഴിവുള്ള ധാരാളം കുട്ടികൾ. ഓക്കെ, ഏതായാലും ഒരുപാട് നന്ദി ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ അവസരം തന്നതിൽ. താങ്ക് യു സർ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിസ് ആരാണ് ഇവിടെ? സന മിസ് ആണോ? സന മിസ്സിന് വേണ്ടി ഒരു ജൈവിളി. സന മിസ് കീ. മിസ്സിന് ഈ കോളേജിലെ കുട്ടികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അടിപൊളി മക്കളാന്ന്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര സ്മാർട്ടാ. എന്ത് കാര്യത്തിന് ചോദിക്കുമ്പോൾ ദേ ആർ റെഡി ഫോർ ദാറ്റ്. നമ്മള് ന്യൂ ജൻ കുട്ടികളെ കുറിച്ചിട്ട് അവർ മറ്റുള്ള കാര്യത്തിൽ കൺസേൺഡ് അല്ല, ഹെൽപ്പിംഗ് അല്ല, അങ്ങനെ കുറെ നെഗറ്റീവ്സ് നമ്മൾ മൈൻഡിൽ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ എല്ലാവരും പ്രായമുള്ളവർ വിചാരിക്കുന്നത് കുട്ടികൾ ഇപ്പോഴത്തെ പിള്ളേർ ഈ അടിച്ചുപൊളിയുടെ പുറകെ മാത്രം പോണ കുട്ടികളാണെന്നാ അല്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുന്ന ആൾക്കാരെക്കാട്ടും നല്ല മനസ്സുള്ളത് നമ്മളെ ന്യൂ ജൻ. വെരി ഗുഡ്, ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. അപ്പോൾ എല്ലായിടത്തും ആളുകൾ നിൽപ്പുണ്ട്. ഇവരൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. പിന്നെ പറയാനുള്ളത്, നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. ഇന്ന് സൂപ്പർ ബമ്പർ കളിക്കണം, സൂപ്പർ ബമ്പർ അടിക്കണം. ആർക്കാണ് അടിക്കേണ്ടതെന്ന് അറിയില്ല. ഏതായാലും നമ്മളിവിടെ 5 പേരെ നമ്മൾ ഗ്രൂം ചെയ്ത്, കുറേ പേരിൽ നിന്ന് 5 പേരെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൂം ചെയ്ത് നമുക്ക് അവരെ വിളിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് ഹാർദവും ഈ സ്വാഗതം ചെയ്യാം 5 പേരെ. നല്ലൊരു കയ്യടിയോടുകൂടി. ഉത്സാഹത്തിൻ മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ 5 കണ്ടസ്റ്റന്റ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സി കേരള സൂപ്പർ ബമ്പറിൽ കളിക്കുവാനായിട്ട് ഈ മിടുക്കന്മാരും മിടുക്കികളുമായ ഈ 5 പേർ. നമുക്കറിയില്ല ആരാണ് ഇതിനകത്ത് ഇൻ ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. എന്താണ് പേര്? ചൈത്ര. എന്താ പേര്? ലക്ഷ്മി. വൈഷ്ണവ്. ഗായത്രി. ആകാശ്. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. സുഖമാണ്. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അച്ഛമ്മ. എന്താണ് ആക്ടിവിറ്റീസ്? അതർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. ഓക്കെ. ക്യാമറ ഉണ്ടോ? എന്ത് ക്യാമറയാണ്? നിക്കോൺ. ഏതാണ്? 7200D. ഓക്കെ. ഫോൺ നമ്പർ ആണോ പറഞ്ഞേ? അല്ല. ഓക്കെ. ചക്രമുത്തേ, എന്നാ വിശേഷം? നല്ല വിശേഷം. എന്നാ സൈസാ മുറ്റാണല്ലോ ഇത്? 6 പാക്ക് ആണല്ലേ? എന്തൊക്കെയുണ്ട് വാർത്തകൾ? നല്ല വാർത്ത. സുഖമാണ്. ഹാപ്പിയാണ്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ ഉണ്ട്, ഞാനും അമ്മയുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് പാടുമെന്ന് അവിടുന്ന് പറഞ്ഞു. ഒരു 2 വരി പാടിയാലോ? ഒന്ന് പിടിച്ചു. ഇവിടെ പാട്ട് പാടാറുണ്ടോ കോളേജില്? പരിപാടിക്കൊക്കെ പാടാറുണ്ട്. അപ്പൊ പാടുവോ? ഇഷ്ടമേ, തുടങ്ങാം. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമെന്നു മാഞ്ഞിടുന്നുവോ, നെഞ്ചകമേ പൊള്ളിടുമാ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ, ഗസലായി പാടും നീരാവേറെ ഓർമ്മകൾ ഇശലിൻ താളങ്ങളായി മാറി നൊമ്പരം ഓരിതളായി ഈ വനിയിൽ വീണടിയും പൂവൊരു നാൾ പാഞ്ഞിടുമീ തേൻപുഴയായി നീയഴലിൽ സാഗരമായി.
കളിയിലേക്ക് വരികയാണ്. സൂപ്പർ ബമ്പറിലേക്ക് കടക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്ക് സൂപ്പർ ബമ്പർ കളിക്കാനുള്ള ആദ്യത്തെ അവസരം. ടൊവിനോ അഭിനയിച്ച ആദ്യത്തെ ചിത്രം ഏതാണ്? പ്രഭുവിന്റെ മക്കൾ. പ്രഭുവിന്റെ മക്കൾ ശരിയാണ്. ആരാണ് പറഞ്ഞത്? രണ്ടുപേരും പറഞ്ഞു. ആരാണ് ആദ്യം പറഞ്ഞത്? പറയൂ. ഞാനാണ് പറഞ്ഞത്. പ്രഭുവിന്റെ മക്കൾ പറഞ്ഞ പേര് ചൈത്രയ്ക്ക് നല്ലൊരു കൈയടി. തീർച്ചയായിട്ടും ഇന്നത്തെ സൂപ്പർ ബമ്പർ കളി തുടങ്ങാൻ പോവുകയാണ്. കളിക്കളത്തിലേക്ക് സ്വാഗതം ചൈത്രയ്ക്ക്. ചൈത്രേ, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. ഹാപ്പിയാണ്. അങ്ങനെ എൻട്രി ആയി അല്ലേ? എന്ത് കളിയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം. അപ്പോൾ ഇവിടെ ഒരു പണപ്പെട്ടിയുമുണ്ട്, പണിപ്പെട്ടിയുമുണ്ട്. ഇതിലേത് പെട്ടിയാണ് വേണ്ടത്? പണപ്പെട്ടി മതി. പക്ഷെ പണിപ്പെട്ടിയിൽ നിന്നൊരു പണി വെച്ചിട്ടുണ്ട്. ആ പണി ഏതാണെന്ന് അറിയാം. അതിനു മുന്നേ നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് വായിക്കുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ചൈത്ര ഇവിടെ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നതായിരുന്നു, നമ്മുടെ സൂപ്പർ ബമ്പർ കളിക്കാൻ വേണ്ടി. അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഗംഭീര വെയിലായിരുന്നു. എന്തായാലും നമ്മൾ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ചൈത്രേ, നമ്മൾ ഏതായാലും ഇങ്ങോട്ടൊന്ന് മാറി അല്ലേ? എന്ത് പറ്റി? ക്ഷീണമാണല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് ലാബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഇനി വഴക്ക് കേൾക്കുവോ എന്നുള്ളൊരു. ആരും വഴക്ക് പറയൂല. പിന്നെ എന്നൊരു ചെറിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ല. പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും കേട്ടോ. എന്നാണ്ട് വിശേഷം? ഒരു പാട്ട് പാടാൻ വേണ്ടി ശ്രമം നടത്തിയില്ലായിരുന്നു. പാട്, അങ്ങനെ പറയല്ലേ പ്ലീസ്. പാടണ്ടേ? പേരെന്നാ? ശ്രീലക്ഷ്മി. പാടിയല്ലേ? പാടും. റെഡി, തുടങ്ങിക്കോ. റെഡി, 1 2 3. പാടാറില്ല. പ്രിയമുള്ള പ്രേക്ഷകരെ, ശ്രീലക്ഷ്മി ഇന്ന് ആലോചിക്കുകയാണ്. സംഗീതത്തിന്റെ അനന്ത സാധ്യതകൾ തേടി ഈ കോളേജിന്റെ ഒരു അഭിമാന താരമാണ്. രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി വലിച്ചു കീറൂ. പാട്ടല്ല, ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കലാലയത്തിൽ എത്തിയാൽ ഒരു ജയ് വിളിക്കണം. ഇല്ല ഇല്ല പുറകോട്ടില്ല, ഓരോ ചുവടും മുന്നോട്ട്, മെക്സിക്കോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഞാൻ. എനിക്ക് പാടാനൊന്നും അറിയില്ല, വേണേ കുറച്ച് വിളിച്ചു തരാം. ഞാനൊരു മുന്തിയ സഖാവാണ്. സന്തോഷം. മറ്റേ സഖാവിന്റെ പാട്ട് വല്ലതും അറിയോ? സഖാവിന്റെ പാട്ട് വല്ലതും അറിയാം? സഖാവിന്റെ പാട്ട് അറിയാവുന്ന പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ? പേരെന്താണ്? അശ്വനന്ദ. അഷ്ടഗന്ധം എന്ന് കേട്ടിട്ടുണ്ട്. അശ്വനന്ദം ആദ്യം കേൾക്കുന്നതാ. ഓക്കെ, അഷ്ടഗന്ധം അല്ല, അശ്വനന്ദ പാടൂ. നമുക്ക് തുടങ്ങാം. നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കി ജയിലിലാണോ? കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുക്കി ജയിലിലാണോ? ഏത് ഗെയിമാണ് ചൈത്രയെ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. നോക്കാം. എടുത്തോളൂ ചൈത്ര. ആദ്യത്തെ ഗെയിം ടാഗ് കളക്ഷൻ. 120 സെക്കൻഡിനുള്ളിൽ 60 ടാഗാണ് കളക്ട് ചെയ്യേണ്ടത്. 1000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. ഓരോന്നോരോന്നാണ് ഇവിടെ കൊണ്ടുപോയിടണം. അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയെടുത്തു. അവിടുന്ന് ഒരു ടാഗ് കളക്ട് ചെയ്യുക, കൊണ്ടുപോയിടുക. അടുത്തതിന് പോവുക,
അടുത്തോണ്ട് ഇടുക. റെഡി? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ടാഗ് കളക്ഷൻ 60 എണ്ണം 120 സെക്കൻഡിനുള്ളിൽ. ആനി പിടിച്ചേ, എല്ലാത്തിനും കൈയടിക്കുക. ഓക്കെ, 1 അല്ല നമുക്കില്ല, ഓരോന്ന് 2 എണ്ണ 3 വോളിയത്തിൽ എണ്ണത്തില്ല നിങ്ങൾ. 11 12 കൂട്ടുള്ളത് 13 14 15 16 17 40 സെക്കൻഡ് കഴിഞ്ഞു. സ്പീഡാക്കണം. എത്രയായി? 22 27 സ്പീഡാക്കണം. 28 സ്പീഡാക്കണം. 31 14 സ്പീഡാക്ക്. 35 36 37 38 സമയം കുറവാണ്. സ്പീഡ് 40 40 സെക്കൻഡ് ഉള്ളു ബാക്കി. സ്പീഡാണ് മോളെ. സ്പീഡ്, എനർജി. 30 സെക്കൻഡ് ബാക്കി. 30 സെക്കൻഡ് ബാക്കി. ഉറക്കെ 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. 15 സെക്കൻഡ് ബാക്കി. 10 സെക്കൻഡ് മാത്രം ബാക്കി. 60 ടാഗാണ് ഇട്ടത്. നിസ്സാരമല്ലത്. ഇച്ചിരി കട്ടിയില്ലായിരുന്നോ? നിസ്സാരാണിത്. ഇതിന് ഓരോരുത്തരത് തിരിച്ചു കൊടുക്കണ്ടേ, അത് ഭയങ്കര പണിയായിരിക്കും. ഇത് എളുപ്പമായിരുന്നോ? കുറച്ച് എളുപ്പമായിരുന്നു. കുഴപ്പമില്ല. ഇതിപ്പോ തിരിച്ചു കൊടുക്കണം അല്ലേ? ഓക്കെ, ഞാൻ എന്റേതും കൂടി ഇട്ടു, അത് മറന്നു. ഓക്കെ, വിഷമിക്കണ്ട. കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ടാഗ് ഇവിടെ ഇരിക്കട്ടെ, എല്ലാവർക്കും തിരിച്ചു തരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ചൈത്രയായിട്ടുള്ള ആദ്യത്തെ മത്സരമായിരുന്നു ഇവിടെ നടന്നത്. ചൈത്രയ്ക്ക് ഞാനിപ്പോൾ തരേണ്ടത് എത്ര രൂപയാണ്? 1000 രൂപ. നല്ലൊരു കൈയടി. 1000 രൂപയാണ് ചൈത്രയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഡീലിങ്സ് ഒക്കെ നടത്തിയേക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ചൈത്രയ്ക്കുള്ള 1000 രൂപയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാണോ? തയ്യാറാണ്. 2000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. റെഡിയാണ്? പണിപ്പെട്ടിയിൽ പണി എടുക്കാം. ചൈത്രയ്ക്കുള്ള അടുത്ത ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇഷ്ടിക ചെരുപ്പ്. ഇഷ്ടിക ചെരുപ്പ്. ഓക്കെ ചൈത്ര, ഇപ്പോ ഇഷ്ടിക ചെരുപ്പ് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ? 2 ഇഷ്ടിക ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇഷ്ടിക കൊണ്ട് ഒരു നല്ല ചെരുപ്പ് ചൈത്രയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. അത് കാലിൽ ഈ ടേപ്പ് വെച്ച് ലോക്ക് ചെയ്യും. ഓരോ കാലിലും ആ ചെരുപ്പ് പോലെ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യും. എന്നിട്ട് നടന്ന് ഈ ബലൂണുകളെല്ലാം 100 സെക്കൻഡിനുള്ളിൽ ചവിട്ടി പൊട്ടിക്കണം. സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ് അല്ലേ?
അതാണ് സമയത്ത് ആഹാരം കഴിക്കണം, ആരോഗ്യം വേണം എന്ന് പറയുന്നത്. ശരിയല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും ശരിയാണല്ലേ? നാളെ തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ, ഫുഡിന്റെ കാര്യങ്ങളിലേക്കൊക്കെ മീറ്റർ കാണിക്കാനാണോ? ഇത് നല്ല പോളിങ്ങാ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ചൈത്രയ്ക്കുള്ള 2000 രൂപയുടെ ഗെയിം തുടങ്ങാം. ഇഷ്ടിക ചെരുപ്പ് ഗംഭീരമായിട്ടുണ്ട്. പുഷ്പപാതകം പുറത്ത് വെക്കുന്ന എന്നെക്കാളും ഹൈറ്റ് ആയല്ലേ? ഇപ്പൊ സംഭവം മനസ്സിലായോ? 100 സെക്കൻഡ് ആണുള്ളത്. 100 സെക്കൻഡിനുള്ളിൽ കാലിൽ ഇഷ്ടിക കെട്ടിവെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പം 100 സെക്കൻഡിനുള്ളിൽ ഈ ബലൂണുകളെല്ലാം പൊട്ടിക്കണം. നമുക്ക് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പതിവ് പോലെ നമ്മൾ സൈറനടിയില്ല, അതിന് ഒരു വിസിലടിയാണുള്ളത്. എന്താ വിസിൽമാൻ്റെ പേര്? വൈഷ്ണവ്. വൈഷ്ണവ്. നമ്മൾ പാട്ട് പാടി വൈഷ്ണവ്. ഓക്കെ, വൈഷ്ണവിൻ്റെ വിസിലടിയോടുകൂടി ചൈത്രയ്ക്കുള്ള പണി തുടങ്ങുകയാണ്. ഗെയിമിൻ്റെ പേര് ഇഷ്ടിക ചെരുപ്പ്. കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. ഗെയിം സ്റ്റാർട്ട്. അതെ, ശ്രദ്ധിച്ച് കട്ട പോരുത്, കട്ട പൊട്ടരുത്, കട്ട പോകരുത്, കലയുന്ന. കൈയടിക്കുക നിങ്ങൾ. 15 സെക്കൻഡ് കഴിഞ്ഞു. കട്ട പൊട്ടരുത്, സൂക്ഷിച്ചു പോകണം. 25 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. 50 സെക്കൻഡ്. ഉറപ്പായ സമ്മാനം 2000 രൂപയുടെ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2000 രൂപയുടെ ഗെയിമിലാണ് ചൈത്ര വിജയിച്ചിരിക്കുന്നത്. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോയാൻ തയ്യാറല്ലേ? തയ്യാറാണ്. ഇതിപ്പോ കാലയിലിരിക്കുക അല്ലേ? അഴിച്ചു മാറ്റണോ? ഏതായാലും ഒന്ന് അഴിച്ചു മാറ്റാം. അതുവരെ നിങ്ങൾ ബോറടിച്ചിരിക്കേണ്ട. ഒരു ചെറിയ പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. See you wine like Rihanna, get all up on the bum, diggy diggy bum bum. She burn it up like the summer. She turn me on with a bum, diggy diggy bum bum. You got me like crazy, that you calling. With a bum, diggy diggy bum bum. You got me like crazy, that you calling.
എന്നാ ഡാൻസ് ആയിരുന്നു, പൊളിച്ചല്ലോ. ഇവിടുത്തെ പിള്ളേർ തന്നെയാണോ ഇത്? ചൈത്രേ, എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? സൂപ്പർ അല്ലായിരുന്നോ? അടിച്ചു പൊളിച്ചു. നമ്മുടെ പിള്ളേർ തന്നെയാണോ ഇത്? അവർക്ക് എന്തിനു പഠിക്കുന്ന? ബികോം BA എനിക്ക് അറിയാവുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, എന്തോ ആവട്ടെ, ഗംഭീരമായിട്ട് ചെയ്തു. അടുത്ത ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അടുത്ത ഗെയിമിലേക്ക് പോകാൻ ചൈത്ര തയ്യാറായിരിക്കുമോ? ആയിരിക്കണ്ട കാര്യങ്ങൾ നമ്മൾ എന്റെ വ്യക്തിബന്ധമായിട്ടുള്ള നിർഗളതയോടുകൂടി സംസാരിക്കുന്നതിന് ശരി ആയിരിക്കുമെന്നാണ് എന്റെ ഒരു നിഗമനം. ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കാം അനുമാനിക്കാം. നമുക്ക്. അപ്പം ആയിരിക്കണമാണോ? ആയിരിക്കണമാണ്. ഏതായാലും 3000 രൂപയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചൈത്രയ്ക്കുള്ള പണി എന്താണെന്ന് നോക്കാം. ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോന്ന് വെച്ചാൽ ജയിക്കുമായിരിക്കും. കോൺഫിഡന്റ് ഉണ്ടോ? കോൺഫിഡന്റ്. 3000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. 3000 രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് ഒരു പൈസ കളക്ട് ചെയ്തിട്ടില്ല, ഏൺ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു പൈസ, ഒരു 100 രൂപ കിട്ടുകയാണല്ലോ സന്തോഷം അല്ലേ? സ്വന്തമായിട്ട് ഉണ്ടാക്കിന്ന് പറയാലോ. ഓ, വെരി ഗുഡ്. അത് നല്ലൊരു കാര്യമാണ്. അത് നല്ലൊരു, എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് അത് പറഞ്ഞത്. സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ പേരൻസ് നമുക്ക് എത്ര രൂപ തന്നാലും നമ്മൾ ആയിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ഒരു സന്തോഷം ഭയങ്കര ഒരു അല്ലേ, ഉള്ളിൽ ഭയങ്കര ഒരു എനർജിയാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അത് എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുക. അതെന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പാർട്ട് ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ വിയർപ്പിൻ്റെ വില കൊണ്ടുണ്ടാക്കുന്ന ഒരു പൈസ അല്ലെങ്കിൽ ചെറിയ തുകയാണെങ്കിൽ പോലും അതിനൊരു വലിയൊരു മൂല്യമുണ്ട്. ഏതായാലും ചൈത്രയ്ക്ക് 3000 രൂപയുടെ ഗെയിമിൽ 3000 രൂപ കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടുക്കാം. റെഡി? ചൈത്രയ്ക്കുള്ള 3000 രൂപയുടെ ഗെയിം ഏതാണ് നമുക്ക് നോക്കാം. ഗെയിമിന്റെ പേരാണ് ബോൾ ആൻഡ് ബാസ്കറ്റ്. അപ്പോ ചൈത്രേ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുമാതിരി കിളിന്ത് കൊള്ളാൻ വേണ്ടി പോണേ, മറ്റേ തേയിലത്തോട്ടത്തിൽ അല്ലേ? ആ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഒരു പാട്ടിട്ടാലോ നമുക്ക്? കളിക്കാം. വേണ്ടല്ലേ? എന്തിനാ വെറുപ്പിക്കുന്നത് അല്ലേ? എല്ലാ കൂട്ടുകാരും എൻ്റെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്, കളയണ്ടല്ലേ? എന്തായാലും 80 സെക്കൻഡിനുള്ളിൽ 30 ബോളാണ് ഈ ബാസ്ക്കറ്റിൽ വീഴിക്കേണ്ടത്. എറിയുക, ബാസ്ക്കറ്റിൽ ഇടുക. അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3000 രൂപയുടെ ഗെയിമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഗെയിം തുടങ്ങാം. റെഡി? ഗെയിം സ്റ്റാർട്ട്. എന്റെ ദൈവമേ, കൈയടിക്കുക. വേറെ രീതി പ്രശ്നമാണ്. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി തേങ്ങ ഉടയ്ക്കുന്നല്ലേ? ആ പോയിന്റ് എങ്ങനെയാ നോക്കി ചെയ്യാ? മോളെ ചെയ്യാ ഇരിയായിരുന്നല്ലേ? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് എന്താണ് പറയാനുള്ളത്? വളരെ അതികഠിനവും അതിക്രൂരവുമായ ഈ പെൺകുട്ടിയെ കൊണ്ട് എടുത്താ പൊന്താത്ത തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന നിഷ്ഠൂരമായ പരിപാടിയാണിത്. 3 ബോളാണ് അവർ കിട്ടിയിട്ടുള്ളത്. 30 ബോൾ കിട്ടുമോ? വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയുടെ ചൈത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ
കയ്യിലല്ല. എന്താണിത്? ആ ക്യാച്ച് പിടിക്കില്ല. ആ, ബാസ്ക്കറ്റിൽ 10 സെക്കൻഡ് ബാലൻസ് ഉള്ളൂ. 10 സെക്കൻഡ് ബാലൻസ് ഉള്ളൂ. 5 പിടിക്ക. വളരെ പൈശാചികം പറയൂ. അതെ, പൈശാചികമാണ്. അമ്മ കണ്ണിപ്പോ എറിഞ്ഞ് പൊട്ടിക്കുന്ന ആ തോന്നുന്നത്. പൊട്ടിക്ക്. You can. അങ്ങനെ തല പഠിച്ചു 9, പൊട്ടിക്കും. 8, 7, 6, 5, 4, 3, 2, 1, 0. ബോളുകൾ ചാർത്തി പാടൂ. ബാക്കി അറിയൂല. സങ്കടമുണ്ട്, വിഷമമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ വിധിയെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ആവർക്കുമാവില്ല. ഏതായാലും ചൈത്ര എത്ര എണ്ണം ഉണ്ട്? 7. 7 എണ്ണമേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. വളരെ വിഷമമുണ്ട്, കാരണം ഇത്രയും ആക്റ്റീവായിട്ട് കളിച്ചൊരു കുട്ടിയായിരുന്നു. സങ്കടമുണ്ട് എങ്കിൽ തന്നെയും 1000 രൂപ ചൈത്രയ്ക്ക് ഉറപ്പായ സമ്മാനമുണ്ട്. ഏതായാലും നല്ലൊരു കയ്യടി. ഓഡിയൻസിൽ നിന്ന് ഈ ഗെയിം കളിച്ച് ജയിക്കാൻ ആർക്കും തയ്യാറുണ്ടോ? സമ്മാനമുണ്ട്, പൈസ ഇല്ല, നിങ്ങൾ ഭരിന്ന് 15 ബോൾ ഇട്ടാൽ മതി. ഇല്ല വേണ്ട, ഞാൻ 10 സമ്മാനമല്ലേ ഉള്ളൂ, 10 ബോൾ ഇട്ടാൽ മതിയല്ലേ? നമ്മുടെ കൊച്ചല്ലേ, നമ്മുടെ പൊന്നും കൂടെ അല്ലേ? 10 എണ്ണം ഇട്ടാൽ മതി. നമ്മുടെ അഭിമാന താരം, താരമാണോ? അഭിമാന താരം ശ്രീലക്ഷ്മിത അതിഗംഭീരമായിട്ട് 10 ബോളുകൾ ഒന്ന് തിരിഞ്ഞ് സൈഡ് ഒന്ന് കാണിച്ച്, സൈഡ് വ്യൂ ഉണ്ടോ, ഇതിലേക്ക് ഇടുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. റെഡിയല്ലേ കുട്ടി? റെഡിയല്ലേ? ഞാൻ അവിടെ ഇരുന്ന് ഡയലോഗ് അടിച്ചപ്പോ വിചാരിച്ചില്ല അവിടെ നെട്ടന്റെ പണി കിട്ടുന്ന്. 8 12 ആയി പോയി, 16ന്റെ പണിയായി പോയി. അതെ, എന്റെ 12 കളിയും 16 വഴിക്ക് പറഞ്ഞു. കിളി പോയി, ഒരു രക്ഷയില്ലല്ലേ? ഡയലോഗ് അടിക്കുമ്പോ നിന്നെ കഴിഞ്ഞ ആളുള്ളൂ, പക്ഷെ ഇത് മനഃപൂർവ്വം എനിക്കറിയാവുന്ന കുട്ടി ഞങ്ങളുടെ കൺമുമ്പിൽ ദൈവമായിട്ട് കൊണ്ടുപോയി തരുമെന്ന് ഒരു അല്ലേ, നമ്മുടെ ഒരു വിശ്വാസമല്ലേ നമ്മളെ, അല്ലേ? കൊണ്ടേ തന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് തുടങ്ങാം, അംഗം തുടങ്ങാം. അംഗം തുടങ്ങട്ടെ. ഗെയിം സ്റ്റാർട്ട്. 10 ബോൾ ഇട്ടാ മതി. 1 തപ്പി പറഞ്ഞ് വീഴല്ലേ? യെസ്. ഓരോരോ ബോൾ കൊണ്ടിടും. ഗംഭീരമായിട്ടുണ്ട്. ചിന്താവിഷ്ടയായിട്ട് ശ്യാമളക്കകത്ത് ശ്രീനിവാസൻ പാടിയൊരു പാട്ടുണ്ട്. കുക്കിട്ട കോഴി കുളക്കോഴി കുന്നിൻ ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ നീ കണ്ടോ? കറക്റ്റ് ഉണ്ട്. അതിഗംഭീരമായിട്ടാണ് ശ്രീലക്ഷ്മി മത്സരിക്കുന്നത്. അതിഗംഭീരമായിട്ട് മത്സരിക്കുന്നുണ്ട്. ആഞ്ഞു പിടിക്കുന്നു. എത്രയാണ്? 55 സെക്കൻഡ്. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ, അലമ്പാക്കി നശിപ്പിച്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ അല്ലേ? കുറെ നേരമായി സമയം കഴിഞ്ഞിട്ട്, ഇത്ര നേരമായെന്നറിയോ? പിന്നെ എറിഞ്ഞിട്ടോണ്ടിരിക്കുക. നീ ഇന്ന് പഠിച്ചിട്ട് പോയാൽ മതി അല്ലേ? പഠിച്ചിട്ട് കളിച്ച് തീർത്തിട്ട് പോയാൽ മതി. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷ നിർത്തുന്നില്ലേ? ഇവിടെ കയറുന്നേ. ഓക്കെ, എന്താണ് കുട്ടിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ ആധികാരികമായിട്ട് എന്താണ് കുട്ടിക്ക് പറയാനുള്ളത്? പാവായിരുന്നു, എന്നെ നിഷ്ഠൂരമായി ഇവിടെ കൊണ്ടുവന്ന് മനഃപൂർവ്വം അപമാനിച്ചു. ഓക്കെ, ദൈവമേ. 2 ആൾക്കാരോട് വർത്താനം പറഞ്ഞ് തോപ്പിക്കാനായിരുന്നു ഞാൻ ചെയ്യാനും. ഇതിപ്പോ മേലെങ്കിൽ പണ്ടേ ശീലം. ഏതായാലും ശ്രീലക്ഷ്മിക്ക് ഇത്രയും ആ ഒരു ഗഡ്സിന് അല്ലേ നമുക്കൊരു സമ്മാനം കൊടുക്കാം അല്ലേ? അതാണ് സ്വീകരണം സൂപ്പർ ബമ്പർ. സ്വാഗതം ചെയ്യാം ബാക്കിയുള്ള ആ 4 കണ്ടസ്റ്റൻസിനെ. ഒരു ചോദ്യം ചോദിക്കും, 4 പേരിൽ ആരാണ് കളിക്കാനായി?
സൂപ്പർ ബമ്പർ കളിക്കുവാനായി വരുന്നത് നമുക്ക് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക, വെളിയിൽ നിന്ന് ആരും പറഞ്ഞു കൊടുക്കരുത്. ഒരു കാലത്ത് ക്യാമ്പസുകളിൽ ഹിറ്റായ ഒരു സിനിമയുണ്ട്, മറ്റൊന്നുമല്ല അനിയത്തിപ്രാവ്. ക്യാമ്പസ് പ്രണയത്തിൻ്റെ തുടക്കമിട്ട, ക്യാമ്പസ് പ്രണയങ്ങൾക്ക് ഒരു ശൈലി ഉണ്ടാക്കിയ സിനിമയായിരുന്നു അനിയത്തിപ്രാവ്. ശാലിനിയും കുഞ്ചാക്കോ ബോബനും അഭിനയിച്ച ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ്? ആരാദ്യം പറഞ്ഞ ആരാ? ഗായത്രിയാണ് പറഞ്ഞത്. സ്വാഗതം ചെയ്യാം ഗായത്രിയെ സ്വീകരണം സൂപ്പർ ബമ്പറിലേക്ക്. ഗായത്രിയാണ് മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. നല്ലൊരു കൈയടി കൊടുക്കാം ഗായത്രിക്ക്. ഗായത്രിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? ഓക്കെ, എന്താണ് ഗായത്രിയെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. വളരെ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ പറയൂ. എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. എന്ത് കാര്യത്തിനായാലും മുന്നിൽ നിൽക്കും. പൊക്കമില്ലെങ്കിലും മുന്നിട്ട് നിൽക്കും. പൊക്കമില്ലാത്തോണ്ടാണ് മുന്നേ നിർത്തുന്നത്. സാറിന് പൊക്കമില്ലാത്ത എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ട് ആയിട്ട് നല്ല ബോൾഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടിയാണ്. നിനക്ക് ഗായത്രിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഗായത്രി ഭയങ്കര കച്ചറയാണ്. കച്ചറ. പിന്നെ ഗായത്രി എന്താണ് വേറെ? ഇത് ഞങ്ങൾ ഒരു പെണ്ണായ ഒരു ആൺകുട്ടിയാണ്. ആണ്. അതെ. ഓക്കെ. എന്താ പറയാ, ഭയങ്കര സ്നേഹമൊക്കെയാണ് എല്ലാവരുടെ സ്നേഹമാണ്. ഗായത്രിയെ കുറിച്ച് ഓർക്കുമ്പോൾ രണ്ടുപേരും പാട്ട് പാടിയല്ലോ നമുക്ക്. റെഡി? തുടങ്ങിക്കോ. ഓർക്കെ. റെഡി സ്റ്റാർട്ട്. പീഡഞ്ഞെന്തേ നിന്നു പൊന്നെ, പീഡഞ്ഞെന്നെ കൊല്ലും കണ്ണേ, എല്ലാരും ചൊല്ലുന്നേ പൊല്ലാപ്പാടെന്ന്, വെള്ളാരം തുള്ളും നെയ്യോ അതിനുള്ളേ തള്ളും നെയ്യോ, കടലേഴും താണ്ടി ചെന്നാൽ നിറയും കനവിൽ നിലവിൽ കയ്യിൽ അയിലമത്തി ചൂരകാരികളവകളിൽ കരിമിൻ പച്ചവാള ബ്രാല് സുറക് ഐക്കൂറ നെത്തോലി. ഓക്കെ, 1000 രൂപയുടെ ഗെയിമാണ് ആദ്യമായിട്ട് ഗായത്രി കളിക്കുവാൻ വേണ്ടി പോകുന്നത്. സൂപ്പർ ബമ്പറിൽ ഗായത്രിക്കുള്ള ആദ്യത്തെ പണി എന്താണെന്ന് നോക്കാം. ഗായത്രി റെഡിയല്ലേ? റെഡിയാണ്. റെഡിയാണ്, എടുത്തോളൂ. സൂപ്പർ ബമ്പറിൽ 1000 രൂപയുടെ ഗെയിമാണ് ഗായത്രി കളിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗെയിം A to Z. A to Z എന്ന് പറയുന്ന ഗെയിമാണ് ഇവിടെ ഉള്ളത്. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഒരു ABCD എന്നിങ്ങനെ എഴുതിയ ഓരോരോ ഗ്ലാസ്സുകളുണ്ട്. എ വെക്കുക, ആൽഫബറ്റ്സ് A to Z വരെയുണ്ട്. കറക്റ്റായിട്ട് വെക്കണം. AB എന്നിങ്ങനെ ചെരിഞ്ഞു പോരുത്, നേരെ ഇരിക്കണം. കറക്റ്റായിട്ട് ഇത്രയും എണ്ണം വെക്കുക. 120 സെക്കൻഡ് ഉണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ ഏതൊക്കെയാണെന്നൊക്കെ വെച്ചിരിക്കുന്നത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. മനസ്സിലായില്ല? അപ്പോൾ ഗെയിം തുടങ്ങാം. 120 സെക്കൻഡാണ് ഗെയിമിൻ്റെ സമയം. A to Z സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി സ്റ്റാർട്ട്. നേരെ സമയമുണ്ട്, സമാധാനമുണ്ട്. പൊക്കമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, അതൊരു പ്രശ്നമല്ല നമുക്ക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അടുത്ത എന്താന്ന് പറ, ഉറക്കെ പറ. ശ്രദ്ധിച്ചു വെച്ച സമയമുണ്ട് മോളെ. സമയമുണ്ട്, പതുക്കെ വെച്ചാൽ മതി. ഫൈൻ ഫൈൻ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തെന്താണ് പറഞ്ഞു കൊടുത്ത് കുട്ടി ഗായത്രി. അങ്ങനെ പോട്ടെ. വെരി ഗുഡ്. എൽ പറയൂ കൊടുക്ക. എല്ല് വെച്ചു. 60 സെക്കൻഡ് കഴിഞ്ഞ് പതുക്കെ മതി. എൻ ഓ പി ക്യൂ. വെരി ഗുഡ്. ആർ യു. സെക്കൻഡ് ആയിട്ടുള്ളൂ. സെക്കൻഡുകൾ കൊണ്ടാണ് തീർത്തത്. 20 സെക്കൻഡ് ഇനിയും ബാക്കിയുണ്ടായിരുന്നു. 1000 രൂപ
ആദ്യത്തെ ഗെയിമിൽ 1000 രൂപയാണ് ഗായത്രിക്ക് കിട്ടിയിരിക്കുന്നത്. ഗായത്രിക്ക് 1000 രൂപയുടെ സമ്മാനം. യെസ്. എന്നാ ചെയ്യാൻ പോവാ? 1000 രൂപ കൊണ്ട് എന്ത് ചെയ്യും? അച്ഛന് കൊടുക്കും. അച്ഛന് കൊടുക്കും. അച്ഛന്റെ പൊന്നും കൂടാണോ? അച്ഛന്റെ പൊന്നുമോളാണോ? അതാണ്. ഓ, സ്വന്തമായിട്ട് അധ്വാനിച്ച കാശ് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ജാട അല്ലേ? അടുത്ത നമ്മുടെ ഗെയിമിലേക്ക് പോവുകയാണ്. എത്ര രൂപയുടെ ഗെയിമാണ്? 2000 രൂപയുടെ ഗെയിമാണ്. സ്വാഗതം ചെയ്യാം ഗായത്രിയെ. ഗായത്രിക്കുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് മറഡോണ. ഗായത്രി, എന്നെ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ഗെയിം കെട്ടി ഞെട്ടാൻ പോവാണ്. മറഡോണ എന്നാണ് ഗെയിമിന്റെ പേര്. ബോൾ എടുക്കുക, കാല് ബോളിന്റെ ആ ഗ്യാപ്പിൽ വെക്കുക, ചട്ടി തട്ടി 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 ഇതിനകത്ത് ഇടുക. 3 ബോളാണ് ഇടേണ്ടത്. സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെക്കൻഡാണ് സമയം. ഹോൾഡ് ചെയ്ത് വെക്കുക, കാല് നിലത്ത് കുത്താതെ കൊണ്ടുപോയി ഇടുക. ഓക്കെയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ കൈയടി മാത്രമാണ് ഗായത്രിയുടെ വിജയം എന്ന് പറയുന്നത്. ഗെയിം സ്റ്റാർട്ട്. സൂക്ഷിച്ച് പറ്റും. യെസ് 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 യെസ്. അടുത്ത ഒന്നുകൂടെ. യെസ് 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 യെസ്. 15 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. ആരും ഉത്തരത്. 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞു. ഓ, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. പതിയെ പോ, ശ്രദ്ധിച്ചു. ടെൻഷൻ ആവാതെ. ഓ, 45. 50 കഴിഞ്ഞു. ഇട സെക്കൻഡ് കഴിഞ്ഞു. 70 സെക്കൻഡ് കഴിഞ്ഞു. 70 സെക്കൻഡ് കഴിഞ്ഞു. 80 സെക്കൻഡ് കഴിഞ്ഞു. ഇട്. ഓ, ഒരെണ്ണം കൂടി ഇടൂ. ഒന്നുകൂടി ഇടൂ. 10 9 8 7 6 5 4 0. ഗെയിം ഈസ് ഓവർ. നല്ല പ്രയത്നമായിരുന്നു, നന്നായിട്ട് ചെയ്തു. കാരണം ആ കോൺഫിഡൻറ്റ് ഭയങ്കരമായിരുന്നു അല്ലേ? നന്നായിട്ട് തുടക്കത്തിലെ ആ ഒരു റിലാക്സ് ചെയ്തായിരുന്നു. പിന്നെ ഇച്ചിരി അല്ലേ, ആദ്യം ചെയ്ത് നല്ല റിലാക്സ് ചെയ്തായിരുന്നു. പിന്നെ എന്തോ ടെൻഷൻ അടിച്ച പോലെ എനിക്ക് തോന്നി. എന്തോ ഒരു ഹരിബറി ആയിപ്പോയി. പിന്നെ അല്ലേ, എന്ത് പറ്റിയായിരുന്നു? ഒന്നുമില്ല. ആദ്യത്തെ പിന്നെ ആ റിലാക്സേഷൻ പിന്നെ വരാത്ത എന്തായിരുന്നു? അറിയില്ല. ഡിപ്പെൻസ്. സങ്കടമൊന്നുമില്ല. സങ്കടമുണ്ടോ? ചെറിയ 2 ബോൾ ഇട്ടതിന് സങ്കടമല്ലേ? ഓക്കെ, സന്തോഷമായി. പിന്നെ ഉറപ്പുള്ള 1000 രൂപ സമ്മാനം ഉണ്ടല്ലേ? ഓക്കെ, അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇവിടുത്തെ മെയിൻ ഫുട്ബോൾ കളിക്കാരാണ്? വരൂ. ഇവിടുത്തെ മെയിൻ താരമാണ്, ഫുട്ബോൾ കളിക്കാരാണ്. എന്താ പേരെന്താ? കിരൺ. എങ്ങനെയുണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായോ? എന്തായാലും ഈ 3 ബോൾ ഇടാലോ. എന്തായാലും 3 ബോൾ ഇടാലോ. ശ്രമിക്കാം. ഫോർവേഡാണ് കളിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതൊന്ന് ശ്രമം നടത്താം അല്ലേ? സമയം എത്ര സെക്കൻഡ് ആണുള്ളത്? 100 സെക്കൻഡ് സമയമാണുള്ളത്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. തോറ്റ കളിയിൽ കിരൺ വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കിരൺ ആണ് കളിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട്. അവിടെ കയറിയിട്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. സീരിയസ്. ഓ, നല്ല കൈയടി. അവിടെ കയറി ചെയ്യണം. ഫൈൻ.
ഓ ഓ കണ്ടോ ഗായത്രി കാണുന്നുണ്ടല്ലോ, ഗംഭീരം. ഓ എത്ര സെക്കൻഡാണ്? വെറും 25 സെക്കൻഡ്. എന്താ അല്ലേ? ഗോൾ എത്ര അടിച്ചിട്ടുണ്ട്? 3. ഓക്കെ ഓക്കെ. ഏതായാലും ഒരുപാട് സന്തോഷം. കിരണിനുള്ള സമ്മാനമാണ് സി കേരളം സൂപ്പർ ബമ്പറിന്റെ സമ്മാനം കൊടുക്കുന്നത്. ഗായത്രി ആയാലോ? ഓക്കെ, വെരി ഗുഡ്. ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പടികൾ കയറിയപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. എന്താണ്? സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടു മറഞ്ഞു പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞത മറഞ്ഞു പോകുന്നു. അതെ, കലാലയത്തിന്റെ മണിയിലേക്ക് കേരളത്തിലെ കലാലയത്തിന്റെ സുഹൃത്തുക്കളെ കാണുവാൻ വേണ്ടി ഞങ്ങളുണ്ടാവും സി കേരളം സൂപ്പർ ബമ്പറിലൂടെ. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.